സംസ്ഥാന ബി.ജെ.പിയിൽ പാളയത്തിൽ പട രൂക്ഷമാകുന്നു. കെ സുരേന്ദ്രനെതിരെ പൊട്ടിത്തെറികൾ കൂടുതൽ ശക്തമായി തുടരുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടത്. പുനഃസംഘടനാ വിഷയത്തിൽ തമ്മിലടി രൂക്ഷമായിരിക്കുന്നു. പ്രതിഷേധം കടുപ്പിച്ച് കൃഷ്ണദാസ് പക്ഷം ഇറങ്ങിപ്പോകുന്നു. കെ സുരേന്ദ്രൻ പ്രസിഡന്റായി തുടരുന്നത് രണ്ടാം ടേമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര നേതൃത്വം. ഇതിൽ പ്രതിഷേധിച്ചാണ് മുതിർന്ന നേതാക്കൾ ഭാരവാഹി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഇതിൻ്റെ വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, എന്തൊക്കെയാണ് പൊട്ടിത്തെറിയുടെ ഇപ്പോഴത്തെ ഘട്ടം ബി.ജെ.പിയിൽ? പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ കൃഷ്ണദാസ് വിഭാഗം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എം.ടി. രമേശും അതുപോലെ തന്നെ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഒരു തവണ നേതൃയോഗം പോലും മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം മാത്രമേ നേതൃയോഗം ചേരാൻ പാടുള്ളൂ എന്നുള്ള നിലപാടിലേക്ക് പി.കെ. കൃഷ്ണദാസ് അന്നെത്തുകയായിരുന്നു. അത് സുരേന്ദ്രന് അംഗീകരിക്കേണ്ടി വന്നു. എന്നാൽ പുതിയ ഒരു തീരുമാനപ്രകാരം ഇപ്പോൾ കൂടുതൽ രൂക്ഷമായ വിഭാഗീയതയും ഒപ്പം തന്നെ തമ്മിലടിയുമാണ് ബി.ജെ.പിയിൽ ഉടലെടുത്തിരിക്കുന്നത്. അതിന് പ്രധാന കാരണം കഴിഞ്ഞ 5 വർഷമായി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന കെ സുരേന്ദ്രൻ അത് 2 ടേമായി പരിഗണിക്കാൻ കഴിയില്ല കെ സുരേന്ദ്രന്റെ നേതൃസ്ഥാനം എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനെതിരായാണ് വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. എൻ രാധാകൃഷ്ണനും ഒപ്പം തന്നെ പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഓൺലൈനായി വിളിച്ച യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. എന്തായാലും വലിയ തരത്തിലുള്ള വിഭാഗീയത ഇക്കാര്യത്തിൽ നിലനിൽക്കുമ്പോഴും സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം ഉയരുമ്പോഴും കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിലുള്ള കൃത്യമായ നിലപാട് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അതുതന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിലും വലിയ പ്രതിസന്ധിയാകുന്നത്. ഒപ്പം തന്നെ ഈ കെ സുരേന്ദ്രനുമായി നിലവിൽ വലിയ തരത്തിലുള്ള ഐക്യം ഇല്ലാതിരിക്കുന്ന വി മുരളീധരൻ കൃഷ്ണദാസ് പക്ഷവുമായി ചേർന്ന് കെ സുരേന്ദ്രനെ ഒഴിവാക്കാനുള്ളൊരു നിലപാടിലേക്ക് പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ കെ സുരേന്ദ്രൻ വിഭാഗത്തിന് സംശയമുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളായി തിരിഞ്ഞുള്ള ഒരു വിഭാഗീയതയാണ് നിലവിൽ ഇപ്പോൾ ബി.ജെ.പിയിൽ തുടരുകയും ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കാഴ്ചയായിരുന്നു ഇന്നലെ ഓൺലൈൻ യോഗത്തിൽ നിന്ന് പൂർണ്ണമായും ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്ക് ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ തന്നെ എത്തുന്ന സാഹചര്യം. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്.